ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിനിസ. ഒരുപാട് ഗ്യാപ്പ് വന്നു. ഇപ്പോൾ എക്സാംസൊക്കെ തീർന്ന് നമ്മുടെ ഹോളിഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇന്ന്. അപ്പോൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. സോറി ഫോർ ദി ഡിലേ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യമുന എക്സ്പ്രസ് വേ ആണ്. നമ്മൾ ആഗ്രയിൽ നിന്ന് ചണ്ഡീഗഡ് പോകുന്ന റൂട്ടായിരുന്നു. അപ്പോൾ ഈ ആഗ്രയിൽ നമ്മൾ തൊട്ട് മുന്നത്തെ ദിവസം വന്ന് നിന്നപ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ വണ്ടിക്ക് കുറച്ച് പ്രശ്നമൊക്കെ വന്ന് നമ്മൾ ഒരു 3 to 4 hours നമ്മൾ വഴിയിലായിപ്പോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. നമ്മൾ ചണ്ഡീഗഡ് എത്തിയിട്ട് ഞങ്ങൾ കാറൊക്കെ ഒന്ന് സർവീസ് ചെയ്ത് ബ്രേക്ക് പാഡൊക്കെ മാറ്റി. പിന്നെ നമ്മൾ കഴിച്ച ആലു പറാത്ത അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് ജമ്മു പോയി. യമുന എക്സ്പ്രസ് വേ സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾ ജലന്ധറിൽ ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് പട്വാരിദ ധാബ എന്ന് പറയുന്നൊരു ധാബ. അവിടെ ഞങ്ങൾ ഒരു വെജ് താലിയും കുറച്ച് നാനും ആണ് പറഞ്ഞത്. ഈ താലിയിൽ ഷാഹി പനീർ, കദായി പനീർ, ദാൽ മഖ്നി, പിന്നെ ഒരു കീർ, തൈരൊക്കെ കൊണ്ടുണ്ടാക്കിയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ശർക്കരയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ജീരകം, പിന്നെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ജീരകം ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് ശർക്കരയാണ്, പഞ്ചസാരയല്ല. നല്ല താലിയായിരുന്നു. പട്വാരിദ ധാബ എന്നാണ് കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര്. ജലന്ധറിൽ പോകുകയാണെങ്കിൽ അതൊരു പഞ്ചാബി ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതൊരു പഞ്ചാബി താലിയാണ് കേട്ടോ, ആ വെജ് താലി. ഇത് ഭഗത് സിംഗിൻ്റെ മ്യൂസിയവും വീടുമാണ്. 2024 ഞങ്ങളുടെ ട്രിപ്പിലും ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ജസ്റ്റ് സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എനച്ചിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ്, അതുകൊണ്ട് അധികം ഡീവിയേഷൻ ഇല്ല. നല്ലൊരു സ്ഥലമാണ്. കാരണം ഇത് അധികം ആൾക്കാർ വരുന്നതല്ല, അതുകൊണ്ട് തന്നെ വളരെ പ്രൊട്ടക്റ്റഡ് ആൻഡ് അതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. ആരും വരുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആരുമില്ല. അത്രയ്ക്ക് തിരക്ക് കുറഞ്ഞ സ്ഥലമാണ്. ഈ മ്യൂസിയത്തിൻ്റെയൊക്കെ ചുറ്റും ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ കട്ടിൽ, വസ്ത്രങ്ങളെല്ലാം ഇതുപോലെ ഓരോ റൂമുകളിലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഗുരുദ്വാരയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ NH കൂടെ പോകുന്ന സമയത്തുണ്ടല്ലോ, ഫ്ലൈ ഓവറൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ വലുതും ചെറുതുമായിട്ട് ഒരുപാട് ഗുരുദ്വാരകൾ കാണാൻ പറ്റും. ഇത് ഭഗത് സിംഗ് മ്യൂസിയം, ആ ഒരു മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടാണ്. ആ മ്യൂസിയം അത്യാവശ്യം ഭയങ്കര വലുതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, വളരെ വലിയൊരു ബിൽഡിങ്ങും എല്ലാം, ഭഗത് സിംഗിൻ്റെ ഒരു സ്റ്റാച്യുവും എല്ലാം ഉണ്ട്. വളരെ വലുതാണ് മ്യൂസിയം. ഇത് ഭഗത് സിംഗിൻ്റെ കട്ടിലാണിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി NH കയറുമ്പോൾ ഇതുപോലെ കുറേ സ്ഥലങ്ങൾ നമുക്കിത് കാണാൻ പറ്റും. ഗുരുദ്വാരകളിൽ നിന്ന് ആൾക്കാർ ഗുരുദ്വാരയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സിഖ് കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. NH കൂടെ പോകുന്നവർക്ക് വെള്ളം, സ്നാക്സൊക്കെ ഫ്രീ ആയിട്ട് അവർ നൽകുന്നുണ്ട്. അതെന്ത് നല്ല കാര്യമാണല്ലേ. എല്ലാവരുടെയും വിശപ്പും ദാഹവും അവർക്ക് പറ്റുന്നത്ര ഹെൽപ്പ് ചെയ്ത് ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ ജമ്മുവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വൈകിട്ട് പോയി കഴിച്ചതാണ് ചോളെ കുൽച്ചയും അതുപോലെ ചന്ന ഭട്ടൂരയാണത്. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ചോളെ കുൽച്ച ആൻഡ് ചന്ന ഭട്ടൂരയായിരുന്നു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത്, നമ്മൾ ജമ്മു കാശ്മീരിലെത്തി കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ, നമ്മളല്ലെങ്കിൽ എയിം ചെയ്യുന്ന ഡെസ്റ്റിനേഷനിലെത്തി. ഇനി നമ്മുടെ യാത്ര ജമ്മു കാശ്മീരിൻ്റെ ക്യാപിറ്റലായ ശ്രീനഗറിലോട്ടാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഗോയിങ്, കീപ് വാച്ചിങ്.